ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഒരമ്മയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം, എനിക്കൊരു മകനുണ്ടായിരുന്നു. മകൻ്റെ വിവാഹം കഴിഞ്ഞതോടുകൂടി ഞാൻ ഒറ്റപ്പെട്ട പോലെയായി. കാരണം അതങ്ങനെയാണ് വേണ്ടത് എന്നമ്മ പറയാണ്. കാരണം ഭാര്യയായി, അവനവൻ്റേതായിട്ടൊരു ജീവിതമുണ്ട്. എപ്പോഴും പണ്ടത്തെ പോലെ എന്നെ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. ഭർത്താവ് മരിച്ച നാൾ മുതൽ ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ജീവിച്ചത്. എനിക്കൊരു വിവാഹം കഴിക്കാമായിരുന്നു, പക്ഷേ ആ വിവാഹമൊന്നും കഴിക്കാതെ അവന് വേണ്ടി മാത്രം എൻ്റെ ജീവിതം ഞാൻ മാറ്റിവെക്കുകയായിരുന്നു. ഓരോ വീടുകളിലും പണിക്ക് പോകുമ്പോഴും എൻ്റെ മകൻ ഉയർന്ന് നല്ല നിലവാരത്തിലെത്തുമ്പോൾ എന്നെ നോക്കാനായിട്ട്, എനിക്ക് താങ്ങും തണലുമായിട്ട് അവൻ മാത്രമേ ഉണ്ടാകൂ എന്ന് വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് മോളെ ഞാൻ തനിച്ചാണ് എന്ന് പറഞ്ഞു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷകളിലൂടെയാണ് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഒരു വിവാഹം കഴിയുമ്പോൾ മാതാപിതാക്കൾ അന്യരാകരുത്. നമുക്ക് തോന്നും അവർക്ക് ഒരുപാട് പോരായ്മകളുള്ളവരാണ്, കുറവുള്ളവരാണ്, സ്റ്റാറ്റസ് ഇല്ല, വിദ്യാഭ്യാസം ഇല്ല, പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പവറില്ല എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആ ഭർത്താവ് മരിച്ച സമയത്ത് വേണമെങ്കിൽ ആ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഒറ്റ കാര്യം ചെയ്യാമായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വേറൊരു വിവാഹ ജീവിതം തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ അവരത് ചെയ്യാതെ തൻ്റെ മകന് വേണ്ടി വീട്ടുവേല ചെയ്ത് മകനെ വളർത്തി വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞ് വേറൊരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാകില്ല എന്ന് പറയില്ല. ഇപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. പക്ഷേ നമ്മളത് വിചാരിച്ചിട്ട് ആ വയസ്സായവരോട് ഒരു നിന്ദ കാണിക്കുകയല്ല വേണ്ടത്. പ്രത്യേകിച്ച് അവരൊരു വിധവയായ സ്ത്രീയാണ്. അപ്പോൾ എന്തായാലും തൻ്റെ ഒരേ ഒരു മകനേ ഉള്ളൂ, വേറെ മക്കളൊന്നുമില്ല. എന്നിട്ട് പോലും അവർ ആ മകന് വേണ്ടി ത്യജിച്ചത് തൻ്റെ ജീവിതമാണ്. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അവരുടെ നല്ല പ്രായത്തിലാണ് അവരുടെ ഭർത്താവ് മരിച്ചു പോകുന്നത്. അവർക്ക് സുഖമായിട്ട് വേറൊരു വിവാഹം കഴിച്ച് വേണമെങ്കിൽ മകനെ തൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോ നിർത്തി എങ്ങനെയെങ്കിലും പഠിപ്പിക്കാമായിരുന്നു. പക്ഷെ അപ്പോഴും അവർ ചിന്തിച്ചൊറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തനിക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മകന് വേണ്ടി താൻ ജീവിക്കണം, തനിക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അമ്മ വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു തീരുമാനമെടുത്ത് മകനെ വളർത്തിയത്. ഇങ്ങനെയുള്ള ഒരുപാട് അമ്മമാർ ഈ ലോകത്തുണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ അവരെ ചെന്ന് കാണണം കേട്ടോ. ആ മനസ്സിൻ്റെ വേദന നിങ്ങൾ എത്ര ഉയരങ്ങളിലെത്തിയാലും ആ ശാപം നീങ്ങി പോകത്തില്ല, 100% ഉറപ്പാണ്. നമ്മൾ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഓടിപ്പടഞ്ഞ് നടക്കുകയാണ് എല്ലാവരും, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. പക്ഷേ നമ്മുടെ വീട്ടുകാരോട് കൂടി ഇരുന്ന് കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ ഈ പണത്തിന് മേലെയാണ് ആ സംസാരിക്കുന്ന ആ സമയം. പണം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും, പക്ഷേ കൂടെയുള്ളവർ ഇന്ന് ഉണ്ടെങ്കിലും നാളെ കാണണമെന്നില്ല. ആയതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മേനെ കണ്ടിട്ട് ഒരുപാട് നാളായി അല്ലെങ്കിൽ അച്ഛനെ കണ്ടിട്ട് ഒരുപാട് നാളായി എങ്കിൽ ഒന്ന് ചെന്ന് കാണാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.